ഞാൻ ആദ്യം ചോദിക്കുന്നത് CPM-ൽ നിന്ന് BJP-യിലേക്ക് വന്നതാണോ വിഷമം എന്നതാണ്. ഈ ചർച്ചയുടെ BJP-യിലേക്ക് വരുന്നു അങ്ങനെ BJP-യിലേക്ക് വരുന്നതാണോ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനപരമായ ഘടകം എന്ന് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന BT ഇന്ദുചൂടൻ മുതൽ 10,000-കണക്കിന് CPM-ന്റെ കേഡർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്നലെയും ഇന്നും നാളെയും ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചേരുകയും ചെയ്യും. ത്രിപുരയിൽ CPM ഒന്നടങ്കം BJP-യിലേക്ക് പോകുന്നു, ബംഗാളിലും ഒന്നടങ്കം പോകുന്നു. ഇനിയും ത്രിപുരയും ബംഗാളും മാറ്റിവെച്ചാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസ് MLA-മാർ, കോൺഗ്രസ് മന്ത്രിമാർ, കോൺഗ്രസ് അധ്യക്ഷന്മാർ, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരടക്കം BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് വളരെ വളരെ കൃത്യമായ കാര്യമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനൊരു ആശയം വേണം, അതിനൊരു ആദർശം വേണം, അതിനൊരു സത്യസന്ധത വേണം, അതിനൊരു ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമുള്ള നേതാക്കന്മാർ വേണം. ഇതൊന്നും കോൺഗ്രസിനില്ല. ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി ജീർണത ബാധിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആശയം എന്നൊന്ന് കോൺഗ്രസിനില്ല, പണ്ടേ ഇല്ല. എന്താണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം? കോൺഗ്രസിന് ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് രാമനോഹർ ലോഹ്യ മനോഹരമായിട്ടുള്ള ഒരു വരി പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. രാമനോഹർ ലോഹ്യ കോൺഗ്രസിന്റെ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിലെ സ്വപ്നമാണ് മഹാത്മാഗാന്ധി, കോൺഗ്രസിന്റെ അഭിലാഷമാണ് ജവഹർലാൽ നെഹ്റു, കോൺഗ്രസിലെ പ്രവൃത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വപ്നം പൊലിഞ്ഞുപോയി, പ്രവൃത്തി മുഴുവിക്കാതെ കിടക്കുന്നു, അഭിലാഷം മുരടിച്ചു പോയി. വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ആശയപരമായ അടിത്തറ ഉണ്ടാകേണ്ടിയിരുന്നത് ഒരു ഗാന്ധിസമായിരുന്നുവെങ്കിൽ ഗാന്ധിയുടെ പേരും ഗാന്ധിയുടെ തൊപ്പിയും ഗാന്ധിയുടെ കണ്ണടയും ഗാന്ധിയുടെ വടിയും മാത്രം കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ചിന്തകളെയും കോൺഗ്രസ് തള്ളി. 1963 അവസാനത്തെ AICC സമ്മേളനത്തിൽ അത് ജവഹർലാൽ നെഹ്റു വളരെ വളരെ ഉത്കണ്ഠയോടെ ഏറ്റുപറയുകയും ഉണ്ടായി. ഇന്ന് കോൺഗ്രസിലേക്ക് ആർക്കാ വരാൻ പറ്റുക? കോൺഗ്രസിലേക്ക് ഒരാൾ വന്നാൽ പാണക്കാട് തങ്ങളുടെ അനുമതി മേടിക്കണ്ടേ? കോൺഗ്രസിന് ഇച്ഛാശക്തിയുണ്ടോ? കോൺഗ്രസിനൊരു ആശയമുണ്ടോ? കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ ആ ആള് പാണക്കാട് തങ്ങളുടെ സമ്മതമില്ലാതെ കോൺഗ്രസിന് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇതാ ഇങ്ങനെ തകർന്ന, പ്രത്യയശാസ്ത്രമില്ലാത്ത, ആശയമില്ലാത്ത, ജീർണത ബാധിച്ച ഈ ഒരു കോൺഗ്രസിലെ കൂടാരത്തിലേക്ക്, ഈ മുങ്ങുന്ന കപ്പലിലേക്ക്, ഈ മുങ്ങുന്ന സർക്കസ് കൂടാരത്തിലേക്ക് ആരാ പോവുക? അതേസമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കമ്മ്യൂണിസത്തിന് പകരം ഏകാത്മ മാനവ ദർശനം, ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏകാത്മ മാനവ ദർശനം എന്ന കാഴ്ചപ്പാടിൽ ദൃഢമായ പ്രത്യയശാസ്ത്രം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുപോകുന്ന പ്രസ്ഥാനം, ദൃഢമായ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാരുള്ള പ്രസ്ഥാനം, അഴിമതിരഹിതമായ രാഷ്ട്രീയ സംഭാവന ചെയ്യുന്ന പ്രസ്ഥാനം, ഒറ്റ മിനിറ്റ് ഞാൻ തീർക്കാം, ഇത്ര നേരം കേട്ടിരുന്നതല്ലേ, ഒരു മിനിറ്റിൽ തീർക്കാം. അഴിമതിരഹിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കോൺഗ്രസ്സുകാർ വിഷമിച്ചിട്ടോ കോൺഗ്രസ്സുകാർ അതിനകത്ത് ദുഃഖിച്ചിട്ടോ കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സംഭവത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഷുജു ഖാൻ 2 കാര്യം പറഞ്ഞു. അതിലൊന്ന്, അദ്ദേഹത്തിന്റെ, അതായത് മധുവിന്റെ മകൻ ഒരു ആഡംബര ബംഗ്ലാവ് മേടിച്ചപ്പോൾ ആ മകൻ മേടിച്ച ബംഗ്ലാവില് BJP-യുടെ പ്രസിഡന്റ് പോയി. അങ്ങനെയാണ് പിന്നെ മകനെ എന്തിനാ CPM കയ്യിലെടുക്കാൻ ശ്രമിച്ചത്? ഇന്നലെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവ് പറഞ്ഞത് അച്ഛൻ പോയാലും മകൻ പോവില്ല എന്നല്ലേ. അപ്പോൾ ആഡംബര ബംഗ്ലാവ് ആരുടെ പേരിലാണ് മേടിച്ചത്? മകൻ മേടിച്ച ബംഗ്ലാവിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നു. ശരി, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മകനെ എന്തിനാ നിർത്തിയത്? ഞാൻ ഒരു കാര്യം വെറുതെ ചോദിച്ചോട്ടെ, എത്ര പ്രാവശ്യമാണ് നിങ്ങൾ AKG സെന്ററിൽ ചർച്ച വെച്ചത്? എത്ര പ്രാവശ്യമാണ് മധുവുമായിട്ട് നിങ്ങൾ ഫോൺ സംഭാഷണം നടത്തിയത്? നേരത്തെ ഷാനി ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം ഉയരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി വേണം. ഇന്നലെ വരെ മധുവിനെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മധുവിനെ നിർത്താൻ നോക്കിയവരാണ് നിങ്ങൾ. പക്ഷെ മധു ആ കൂടാരം ഉപേക്ഷിച്ചു. കാരണം ഒന്നാണ്. എന്താ കാരണം? മധു ഇതുവരെ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി മേടിച്ചു കൊടുക്കാനായിരുന്നില്ല. മധു ഇതുവരെ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് പിൻവാതിലിൽ നിയമനം കൊടുത്ത് പാവപ്പെട്ട PSC-യിൽ എഴുതിയ ചെറുപ്പക്കാരെ തെരുവിൽ അലയിക്കാനായിരുന്നില്ല. അങ്ങനെ ആശയപരമായും പ്രായോഗിക തലത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന അഴിമതി നിറഞ്ഞ ഒരു കൂടാരത്തിൽ നിന്നാണ് അദ്ദേഹം വെളിയിലേക്ക് പോയത്.
അത്രയേ ഉള്ളൂ.